നടിയെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത അത്തരമൊരു ക്രൈമിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയ നടൻ ദിലീപിനെതിരെയുള്ള പ്രോസിക്യൂഷന്റെ തെളിവുകളൊന്നും മുഖവിലേക്കെടുക്കാതെ ഇന്നലെ ദിലീപിനെ കുറ്റവിമുക്തമാക്കിക്കൊണ്ട് സെഷൻസ് കോടതിയുടെ വിധി വന്നു. ഈ വിധിക്ക് ശേഷം നിരവധി ആളുകൾ അവൾക്കൊപ്പം എന്ന സ്റ്റാറ്റസ് ഇടുന്നതിനൊപ്പം ഒരു പ്രധാനപ്പെട്ട കോട്ട് അവർ അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ ഫേസ്ബുക്ക് കുറിപ്പുകൾ ഇട്ടിരുന്നു. ജൊനാഥൻ സ്വിഫ്റ്റിന്റെ ഒരു കോട്ടാണ് എല്ലാവരും ഇട്ടിരുന്നത്. അതിങ്ങനെയാണ്: നിയമങ്ങളൊരു ചിലന്തി വല പോലെയാണ്, ചെറുപ്രാണികളെ അത് പിടിക്കും, പക്ഷേ വലിയ വണ്ടുകളും പെരും കീടങ്ങളും വല പൊട്ടിച്ച് കടന്നു പോകുമെന്നതായിരുന്നത്. ദിലീപ് തന്റെ സ്വാധീനം കൊണ്ട് രക്ഷപ്പെട്ടു എന്നതാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ആരോപണം. വിധി വന്ന ശേഷം ദിലീപിനെതിരെ ഗൂഢാലോചന നിലനിൽക്കില്ലെങ്കിൽ, ദിലീപിൻ്റെതല്ല എങ്കിൽ പിന്നെ ആരുടേതാണ് കൊട്ടേഷൻ എന്ന ചോദ്യം പ്രധാനമാണ്. മാത്രമല്ല, നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നതെന്നും അതിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും ദിലീപ് നിയമ നടപടിക്ക് പോകുമെന്ന വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും വിധിക്കെതിരെ അതിജീവിതയും പ്രോസിക്യൂഷനും അപ്പീലുമായി പോകുമെന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. മാത്രമല്ല, ഈ വരുന്ന 12-ാം തീയതിയാണ് പ്രധാന പ്രതികളെ, ആദ്യത്തെ 6 പ്രതികൾക്കുള്ള ശിക്ഷ എന്താണെന്നും കോടതി വിധിക്കുകയുള്ളൂ. അതതിന്റെ നിയമപരമായ സാങ്കേതിക വശങ്ങളിലേക്ക് കടക്കട്ടെ. ദിലീപിനെ കുറ്റവിമുക്തമാക്കിയ കോടതി വിധി വന്നതോടുകൂടി അന്നത്തെ ജഡ്ജിയായിരുന്ന ഹണി വർഗീസിനെതിരെ അതിഭീകരമായ സൈബർ അറ്റാക്ക് ഒക്കെ നടക്കുന്നുണ്ട്. ദിലീപിന്റെ കാശ് മേടിച്ച് കോടതി വിധി വന്നു എന്ന തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. നമുക്ക് പക്ഷേ പ്രധാനമായും പ്രോസിക്യൂഷന്റെ വാദങ്ങളും എന്നാൽ പൾസർ സുനിയുടെ ചില മൊഴികളും അതിനിർണായകമായി പൾസർ സുനി പറഞ്ഞ മാഡം ആരായിരുന്നുവെന്നും ഒക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായും പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ ഗൂഢാലോചന തെളിയിക്കാൻ ഉന്നയിച്ച വാദങ്ങൾ പരിശോധിക്കാം. പൾസർ സുനിയുമായി ദിലീപ് സംസാരിച്ചു എന്നതായിരുന്നു പ്രധാനമായി ഉന്നയിച്ച വാദം. ദൃശ്യങ്ങൾ ലഭിച്ചാൽ 1 കോടി രൂപ ദിലീപ് നൽകാമെന്ന് പൾസർ സുനിയോടും കൂട്ടരോടും പറഞ്ഞു എന്നതായിരുന്നു മറ്റൊരു വാദം. പൾസർ സുനി ആക്രമണത്തിൽ നേരിട്ട് ഇടപെട്ട നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്ത കൂട്ടുപ്രതികളോടൊപ്പം ദൃശ്യങ്ങൾ പകർത്താൻ നടത്തിയ ഗൂഢാലോചനയാണ് മറ്റൊന്ന്. സുനിയും സഹതടവുകാരും ജയിലിനുള്ളിൽ കൊട്ടേഷൻ പണം കൈക്കലാക്കാനുള്ള നടത്തിയ ഗൂഢാലോചന. കുറ്റകൃത്യത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ദിലീപിന്റെ ഗൂഢാലോചന എന്നിങ്ങനെയായിരുന്നു വിവിധ തലങ്ങളിൽ കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ ദിലീപിന്റെ പേരുന്നയിച്ച് ദിലീപാണ് ഈ കൊട്ടേഷൻ നൽകിയത് അല്ലെങ്കിൽ അത്തരമൊരു കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന തരത്തിൽ ഉന്നയിച്ച വാദങ്ങൾ. ഇതിൽ നടിയെ തട്ടിക്കൊണ്ടുപോകാനും പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്താനും നടത്തിയ ഗൂഢാലോചന മാത്രമാണ് കോടതി മുഖവിലേക്കെടുത്തത്. കുറ്റകൃത്യത്തിന് തുടക്കത്തിൽ അതിജീവിത ദിലീപിനെതിരെ മൊഴി നൽകിയിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ദിലീപ് കേസിലേക്ക് എത്തുന്നത് അറസ്റ്റിലായ പൾസർ സുനി ദിലീപിന് കത്ത് അയക്കുന്നതോടുകൂടിയാണ്. ജയിലിൽ വെച്ച് തനിക്ക് പണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, ദിലീപേട്ട ഞാൻ സുനിയാണ്, സൗണ്ട് തോമ മുതൽ ജോർജേട്ടൻ സ്പൂരം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ ഒരു വലിയ കത്ത് കേസിൽ നിർണായക തെളിവായി ജയിലിൽ നിന്നും പൾസർ സുനി ദിലീപിന് അയച്ച കത്തുണ്ട്. തന്റെ വ്യക്തിജീവിതം തകർത്ത നടിയോടുള്ള പ്രതികാരമായാണ് ദിലീപ് നൽകിയ ബലാത്സംഗ കൊട്ടേഷൻ എന്ന് അന്വേഷണ സംഘം നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട്. മാത്രമല്ല, ഇതിന് പിന്നിൽ ഒരു കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്ന കാര്യത്തിൽ നടി മഞ്ജു വാര്യർ നടത്തിയൊരു പ്രസംഗമൊക്കെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടാകാം. എന്തായാലും കുറ്റകൃത്യം നടത്തുന്നതിനിടെ പൾസർ സുനി അക്രമത്തിനിരയായ നടിയോട് പറയുന്ന ഒരു വാചകം നടി അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴിയായി കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയായിരുന്നു: ഒരു മാഡം തന്നെ കൊട്ടേഷൻ ആണെന്നും ദൃശ്യങ്ങൾ പകർത്താൻ സഹകരിച്ചാൽ അത് കഴിഞ്ഞ് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവിടാമെന്നുമാണ് സുനി പറഞ്ഞതായി നടിയുടെ മൊഴിയിലുണ്ട്. ഇത് ആരുടെ കൊട്ടേഷൻ ആണെന്ന് മനസ്സിലായില്ലേ എന്ന സുനി നടിയോട് ചോദിച്ചതായും കുറ്റപത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതായത്, നടി ആക്രമണത്തിന് ശേഷം തന്റെ മുന്നിലെത്തിയ അന്വേഷണ സംഘത്തോട് സുനി തന്നോട് പറഞ്ഞ വാചകങ്ങൾ അതേ രീതിയിൽ പറഞ്ഞയിടത്ത് ഇതൊരു കൊട്ടേഷന് പിന്നിൽ ഒരു മാഡമാണെന്ന് സുനി പറഞ്ഞതായി നടി രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അന്വേഷണ സംഘം ഈ മാഡത്തിലേക്ക് അന്വേഷണങ്ങൾ എത്തിക്കുന്നില്ല. അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഉണ്ടായിരുന്ന മാഡം പിന്നീട് ചർച്ചകളിലേക്ക് എത്തിയില്ലെന്നാണ് സത്യം. ആഗസ്റ്റ് 30, 2017 ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഈ വാർത്ത നിങ്ങളൊന്ന് നോക്കുക. ആ മാഡം കാവ്യ മാധവനാണ്. വെളിപ്പെടുത്തലുമായി പൾസർ സുനി എന്ന തലക്കെട്ടിലാണ് വാർത്ത വന്നത്. കേസിൽ ഉൾപ്പെട്ട മാഡം കാവ്യാണെന്ന് ബുധനാഴ്ച പൾസർ സുനി വെളിപ്പെടുത്തി. ഒരു കുറ്റവാളിയുടെ സമ്മതത്തെക്കുറിച്ച് എല്ലാവരും എന്തിനാണ് ഇത്ര ഉത്കണ്ഠാകുലരാകുന്നതെന്ന് സുനി കൂട്ടിച്ചേർത്തു. ബലാത്സംഗ കേസിൽ ഗൂഢാലോചന നടത്തി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട പ്രതിയായ നടൻ ദിലീപിന്റെ ഭാര്യയും പ്രശസ്ത നടിയുമാണ് കാവ്യമാധവൻ. കുറ്റം ചെയ്യുന്നതിനായി സുനിക്ക് കൊട്ടേഷൻ നൽകിയതിന് അവർ പ്രതിയാണ്. മാഡം എന്നൊരാൾ ഉണ്ടെന്ന് ആദ്യം വെളിപ്പെടുത്തുന്നത് അഭിഭാഷകനായ ഫെനി ബാലകൃഷ്ണനാണ്. പിന്നീട് പൾസർ സുനി തന്റെ പ്രസ്താവനകളിൽ പലതവണ അവരെക്കുറിച്ച് സൂചന നൽകി എന്നുമാണ് ഈ വാർത്തയിൽ പറഞ്ഞു വെക്കുന്നത്. സമാനമായ വാർത്തയും ഫെനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തലും ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ്: നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഫെനി ബാലകൃഷ്ണൻ മൊഴി നൽകി. പോലീസ് കാണിച്ച ചിത്രത്തിൽ നിന്നും തന്നെ അന്ന് കണ്ട പൾസർ സുനിയുടെ സുഹൃത്തുക്കൾ ഒരാളെ തിരിച്ചറിഞ്ഞതായും ഫെനി പറഞ്ഞു. സുനിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞ മാഡത്തെക്കുറിച്ച് അന്വേഷണ സംഘം ചോദിച്ചതായും ഫെനി പറഞ്ഞു. എന്നാൽ കേസിൽ ചില പ്രമുഖ നടിമാരുടെ പേര് പറയാൻ പലയിടങ്ങളിൽ നിന്നും സമ്മർദ്ദമുണ്ടായെന്നും
അവരുടെ പേര് പറയാൻ താൻ ഒരുക്കമല്ലെന്നും അന്വേഷണ സംഘത്തെ കണ്ടിറങ്ങിയ ശേഷം ഫെനി പറഞ്ഞതായി 2017 ജൂലൈ 2-ാം തീയതി വരുന്ന സമകാലിക മലയാളം റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. സമകാലിക മലയാളം മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മാഡം എന്ന് പറഞ്ഞ ഒരാൾ ഈ ആക്രമണം നടന്ന കുറച്ചധികം നാളുകളിലേക്ക്, കുറച്ചു കാലത്തേക്ക് മാഡത്തിന്റെ കൊട്ടേഷൻ എന്ന കാര്യം കൃത്യമായി അടയാളപ്പെടുത്തി പോന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. മുഖ്യപ്രതി പൾസർ സുനി വിയൂർ ജില്ലാ ജയിലിൽ തടവിൽ കഴിയുമ്പോൾ ജിൻസൺ എന്ന വ്യക്തി അവിടെ തടവുകാരനായിരുന്നു. കേസിന്റെ നിർണായക ഘട്ടത്തിൽ സുനി ജയിലിൽ വെച്ച് തന്നോട് ദിലീപിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചും ഒരു മാഡം ഉൾപ്പെടെയുള്ളവരെ കുറിച്ചും സൂചന നൽകിയിരുന്നെന്ന് ജിൻസൺ മൊഴി നൽകിയിട്ടുണ്ട്. ജിൻസന്റെ മൊഴി കേസിലെ നിർണായക തെളിവായി പരിഗണിക്കപ്പെട്ടിരുന്നു. സാഹചര്യ തെളിവുകൾ ബലപ്പെടുത്താനും അന്വേഷണം പ്രമുഖരിലേക്ക് നീങ്ങാനും ഇടയാക്കിയത് ഈ മൊഴിയായിരുന്നുവെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനി പേര് വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ വമ്പൻ സ്രാവുകളിൽ ഒരാളും ഈ മാഡമാകാമെന്നാണ് പറയപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് ആരാണ് ഈ മാഡം എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകളില്ല എന്ന് മാത്രമല്ല, പോലീസും ഇവരെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല. ആ ഘട്ടത്തിൽ തന്നെ നിലവിൽ ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവൻ, കാവ്യയുടെ അമ്മ എന്നിവരെ ചുറ്റിപ്പറ്റി അന്വേഷണം നടക്കുന്നതായി വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഈ അന്വേഷണം എവിടെയും എത്തിയില്ല. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മാഡം സിനിമാ മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണെന്ന പൾസർ സുനിയുടെ പ്രതികരണം വന്നിരുന്നു. മാഡം എന്നൊരാൾ ഇല്ല എന്നും അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്നുമാണ് പോലീസ് പിന്നീടെടുത്ത നിലപാട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാവ്യ പലതവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ പൾസർ സുനിയെ അറിയില്ല എന്ന് നടി പറഞ്ഞു. എന്നാൽ കാവ്യ മാധവനുമായി തനിക്ക് പരിചയമുണ്ടെന്ന് സുനി പലതവണ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. തന്നെ അറിയില്ലെന്ന് കാവ്യ മാധവൻ പറയുന്നത് ശരിയല്ല എന്നും കാവ്യയ്ക്ക് താനുമായി പരിചയമുണ്ട്, പലപ്പോഴും പണം തന്നിട്ടുണ്ടെന്നും കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിൽ പൾസർ സുനി മൊഴി നൽകുന്നുണ്ട് കോടതിയിലേക്ക്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ തുടക്കത്തിൽ കാവ്യമാധവൻ അറസ്റ്റ് ഭയപ്പെട്ടൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മുൻകൂർ ജാമ്യത്തിനായി നീങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാഡം എന്നൊരു കഥാപാത്രത്തെ കൃത്രിമമായി ഉണ്ടാക്കാൻ ശ്രമമുണ്ടെന്നും അത് താനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമമുണ്ടെന്നും പറഞ്ഞ് കാവ്യമാധവൻ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. പക്ഷേ അന്വേഷണത്തിന്റെ ഏതൊക്കെയൊക്കെയോ ഘട്ടത്തിൽ ഈ മാഡം എന്ന് പറയുന്ന ഒരാൾ ഇല്ല എന്ന് അന്വേഷണ സംഘം വിധി എഴുതുകയും കാവ്യമാധവനിലേക്ക് നീണ്ട അന്വേഷണം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇത് പറഞ്ഞു വെക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ പല ഘട്ടങ്ങളെക്കുറിച്ചാണ്. നമുക്കിതിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയില്ല. കോടതി എന്താണ് പരിഗണിക്കുക? വ്യക്തമായ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ലതോടെ കാവ്യമാധവൻ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതുമില്ല. പൾസർ സുനി പറഞ്ഞ മാഡം ആരെന്ന ചോദ്യം ബാക്കിയാക്കുന്നുണ്ട്. കൊട്ടേഷൻ നൽകിയത് ദിലീപ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ ദിലീപിന് മേലെയുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ആ കൊട്ടേഷൻ കൊടുത്തത് എന്നൊരു ചോദ്യമോടെ ബാക്കിയാവുന്നുണ്ട്. ഇതിൽ പല ദിലീപ് അനുകൂലികളും പറയുന്നത് പൾസർ സുനി ഒരു പൊട്ടൻഷ്യൽ ക്രിമിനലാണ്, അയാൾക്ക് അങ്ങനെ ഒരു മോട്ടീവ് ഒന്നും ആവശ്യമൊന്നുമില്ല എന്നാ പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, നമ്മളുടെ കോടതിയെ ചീത്ത പറഞ്ഞിട്ടോ, കോടതിയുടെ ജഡ്ജിക്കെതിരെ ചീത്ത പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തി നമ്മൾ ടോർച്ചർ ചെയ്തിട്ടോ കാര്യമുണ്ടാവില്ല. കോടതിക്ക് ആവശ്യം തെളിവുകളാണ്, മുന്നിൽ വരുന്ന തെളിവുകൾ. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വിധി പറയുക മാത്രമാണ് ചെയ്യുന്നത്. ആ തെളിവുകളിലേക്ക് അന്വേഷണം പോയിട്ടുണ്ടോ എങ്കിൽ ഗൂഢാലോചന കുറ്റത്തിന് ദിലീപ് പുറത്താക്കപ്പെടുന്ന സാഹചര്യത്തിൽ എങ്കിൽ പിന്നെ ഗൂഢാലോചന നടത്തിയത് ആരെന്ന ചോദ്യത്തിന് വേണമെങ്കിൽ പോലീസിന് ഇപ്പോഴും അന്വേഷണം ഒന്നുകൂടി ആരംഭിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ ചെയ്യാമെന്നിരിക്കെ കേവലം ജഡ്ജിയെ മാത്രം കുറ്റം പറയുന്ന രീതിയിലേക്ക് പോവാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ മര്യാദ.